ഇന്ത്യ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് കൂടുതലായി ആശ്രയിക്കുന്നത് ചരിത്രപരമായി ഉത്തരവാദിത്വം എന്ന തത്വത്തെയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യയുടെ സമീപനം വിലയിരുത്തുക. ഇന്ത്യയെ സംബന്ധിച്ച് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പാരിസ്ഥിതികമായിട്ടുള്ള നല്ലൊരു ചുറ്റുപാടുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യ പരിസ്ഥിതിയുടെ കാര്യത്തിൽ വളരെ നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സമകാലിക ലോകത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഇന്ത്യ വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗ്രഹവാതങ്ങൾ പുറത്തുവിടുന്നത് നിയന്ത്രിക്കുന്നതിനായി 1997 തയ്യാറാക്കിയ ക്യോട്ടോ പ്രോട്ടോകോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 2002 ഇന്ത്യ അംഗീകരിക്കുകയും അതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഹരിതഗ്രഹവാതങ്ങൾ പുറന്തള്ളുന്നതും മുഖ്യമായും വികസിത രാജ്യങ്ങളാണ് യാഥാർത്ഥ്യം ഇന്ത്യ തുറന്നു പ്രഖ്യാപിച്ചു. ഇക്കാര്യത്തിൽ ലോകത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന അമേരിക്ക ക്യോട്ടോ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഇതുവരെ അമേരിക്ക അതിൽ ഒപ്പുവെച്ചിട്ടില്ല. വികസ്വര രാജ്യങ്ങൾ പുറന്തള്ളുന്ന ഹരിതഗ്രഹവാതങ്ങളുടെ അളവ് വികസിത ലോകത്തെ രാജ്യങ്ങൾ പുറന്തള്ളുന്നതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. പൊതുവൈവിധ്യ ഉത്തരവാദിത്വം എന്ന ആശയമനുസരിച്ച് ഹരിതഗ്രഹവാതകങ്ങൾ നിർഗമിക്കുന്നത് തടയാനുള്ള മുഖ്യ ഉത്തരവാദിത്വം വികസിത രാജ്യങ്ങൾക്കാണെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ആഗോളതാപനം തടയാനുള്ള യഥാർത്ഥ ഉത്തരവാദിത്വം അതിൻ്റെ സൃഷ്ടാക്കൾക്കു തന്നെയാണെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഹരിതഗ്രഹവാതങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള ആഗോള പരിശ്രമങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് സജീവ പങ്കാളിയാണ്. ഇതിനായി ഇന്ത്യ അനേകം പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദേശീയ വാഹന ഇന്ധന നയം, ഊർജ്ജ നിരീക്ഷണ നിയമം, വൈദ്യുതി നിയമം, നാഷണൽ മിഷൻ ഓൺ ബയോഡീസൽ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. ഇന്ത്യ പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നിലപാടുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ വിഭജന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. എക്സാമിന് 5 മാർക്കിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്ത്യയെ 2 രാജ്യങ്ങളെ വിഭജിക്കാനുള്ള തീരുമാനം തികച്ചും വേദനാജനകമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അനിയന്ത്രിതവുമായ പ്രശ്നം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു. ഇതൊക്കെയാണ് ഇന്ത്യ വിഭജന സമയത്ത് നേരിട്ട പ്രതിസന്ധികൾ. അതുപോലെ തന്നെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളും ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാനവ ചരിത്രം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ദുരന്തപൂർണമായ മനുഷ്യ കൈമാറ്റമായിരുന്നു ഇന്ത്യ പാക് വിഭജനം. ലാഹോർ, അമൃത്സർ, കൽക്കത്ത എന്നീ നഗരങ്ങളിൽ കലാപങ്ങളും കൂട്ടക്കൊലകളും വൻതോതിൽ അരങ്ങേറി. അതിർത്തിയുടെ ഇരുഭാഗങ്ങളും ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വന്നു. വിഭജനത്തിന് ഏറ്റവും ക്രൂരമായ ഇരകൾ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അനേകം സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. കുടുംബത്തിൻ്റെ മാനം കാക്കുന്നതിന് കുടുംബങ്ങൾ തന്നെ സ്ത്രീകളെ വധിക്കുകയുണ്ടായി. ഇതൊക്കെയായിരുന്നു ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യ നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ. എക്സാമിന് പ്രതിസന്ധികളും ചോദിക്കും, അതുപോലെ പ്രത്യാഘാതങ്ങളും എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോളവൽക്കരണത്തെക്കുറിച്ച് എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. ആഗോളവൽക്കരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആഗോളവൽക്കരണം എന്നാൽ എല്ലാ രാജ്യങ്ങളെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാ രാജ്യങ്ങളും പരസ്പരമുള്ള വ്യാപാര ബന്ധമാണ് ഇതിൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന പല വിദേശ നിർമ്മിത വസ്തുക്കളും ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഒരു വിവാദ വിഷയമാണ്. രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ആഗോളവൽക്കരണം എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് മുഖ്യ ചോദ്യം. ആഗോളവൽക്കരണം രാഷ്ട്രത്തിൻ്റെ ശേഷിയെ ക്ഷയിപ്പിക്കുന്നു. ഗവൺമെൻറ് സ്വന്തം അധിഷ്ഠപ്രകാരം പ്രവർത്തിക്കാനുള്ള കഴിവിനെ അത് ഇല്ലാതാക്കുന്നു. ഇത് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചു. അതേസമയം ആഗോളവൽക്കരണം രാഷ്ട്രശേഷിയെ എല്ലായ്പ്പോഴും കുറയ്ക്കുന്നില്ല. ദേശരാഷ്ട്രങ്ങളുടെ പ്രസക്തിയും ശക്തിയും നഷ്ടപ്പെട്ടിട്ടുമില്ല. ക്രമസമാധാനം, ദേശീയ സുരക്ഷ തുടങ്ങിയ പ്രധാന ചുമതലകളും ഇന്നും രാഷ്ട്രം തന്നെയാണ് നിർവഹിക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ചില തലങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ശേഷി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൗരന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അതിലൂടെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുന്നതിനും ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നു. ആഗോളവൽക്കരണം ഒരു രാഷ്ട്രത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സാമിന് എന്തായാലും ആഗോളവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. 4 മാർക്കിനോ 5 മാർക്കിനോ ഈ ചോദ്യം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക സംഘടന എന്ന നിലയിൽ ആസിയാൻ വഹിക്കുന്ന പങ്ക് വിലയിരുത്തുക.
ആസിയാനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1959 ആസിയാൻ നിലവിൽ വന്നിട്ടുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയാണ് ആസിയാൻ. മേഖലയുടെ സാമ്പത്തിക വളർച്ച, സാമൂഹ്യ പുരോഗതി, സാംസ്കാരിക വികസനം ഇവയാണ് ആസിയാൻ്റെ ലക്ഷ്യങ്ങൾ. മേഖലയുടെ സമഗ്ര വികസനത്തിനായി ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹ്യ സാംസ്കാരിക സമൂഹം എന്നിവ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ആസിയാനിൻ്റെ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആസിയാനിലുള്ള അംഗരാജ്യങ്ങളെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആസിയാനിൽ അംഗത്വമുള്ള രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികപരമായിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ എല്ലാവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഈ രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എക്സാമിന് എന്തായാലും ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.